ഹലോ ഗുഡൻ ടാഗ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് അഡോസു ആണ്. അഡോസു പറയുന്നതിന് മുന്നേ നമുക്കൊരു ഷോർട്ട് ഫോംസ് കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ ഷോർട്ട് ഫോംസ് എന്ന് ഉദ്ദേശിച്ചത് ഒരു പ്രപ്പോസിഷനും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആർട്ടിക്കിളും കൂടെ വരുമ്പം നമ്മളിങ്ങനെ പ്രപ്പോസിഷൻ സു അല്ലെങ്കിൽ ദർ എന്നുള്ള നമുക്ക് രണ്ടായിട്ട് എഴുതാണ്ട് ഒരുമിച്ച് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് വേർഡ് കൗണ്ട്സ് അതായത് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ, ടു ദ ചർച്ച് എന്നുള്ള ദി കിർഷയാണ്. ദി കിർഷ എന്നുള്ള ഡാറ്റീവിലേക്ക് വരുമ്പോഴത്തേനും സൂ ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ. അപ്പോൾ അത് ഡാറ്റീവിൽ വേണം ദി ചർച്ച് എന്നുള്ളത്. അപ്പോൾ ദർ കിർഷ എന്നാവും. ഓക്കെ, അപ്പോൾ സൂ ദർ കിർഷ എന്നുള്ളത് സുവർ കിർഷ എന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഇപ്പോൾ ടു ദ സ്കൂൾ സൂ ദി ഷൂലെ അല്ല, സൂ എന്നുള്ള ഡാറ്റീവ് ആയതുകൊണ്ട് ദി ഷൂലെ എന്താവും ദർ ഷൂലെ. അപ്പോൾ സുവർ ഷൂലെ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ സൂ പ്ലസ് ദേം വരുവാണെങ്കിൽ സും, അൻ പ്ലസ് ദേം വരുവാണെങ്കിൽ ഇൻ പ്ലസ് ദേം വരുവാണെങ്കിൽ ഇം, ഫോൺ പ്ലസ് ദേം വരുവാണെങ്കിൽ ഫോം, ബൈ പ്ലസ് ദേം വരുവാണെങ്കിൽ ബൈം, ഫ്യുവർ പ്ലസ് ദസ് വരുവാണെങ്കിൽ ഫ്യുവേഴ്സ്. ഇതൊക്കെയാണ് നമ്മുടെ ഷോർട്ട് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന പ്രപ്പോസിഷൻസും ആർട്ടിക്കിൾസ്. അടുത്ത നമുക്ക് നോക്കാം അഡോസു. അഡോസു എന്ന് പറഞ്ഞാൽ നുൾ പൊസിഷൻ കണക്ടർ. നുൾ പൊസിഷൻ കണക്ടർ എന്ന് പറയുന്നത് സീറോത്ത് പൊസിഷൻ കണക്ടർ എന്നുള്ള മീനിങ് ആട്ടോ നുൾ പൊസിഷൻ കണക്ടർ. അപ്പോൾ ആബർ മീനിങ് ബട്ട്, then meaning because, oder meaning or, sondern meaning but rather, und meaning and. aber, then, oder, sondern und. ഇതിനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് അഡോസു എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേ ഗോഡ് ഫൂബിസ് എല്ലാം പറഞ്ഞ പോലെ ഒരു കോഡ് പോലെ പഠിക്കുന്ന കേട്ടോ അഡോസു. അപ്പോൾ അഡോസു നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആദ്യം എഴുതണം, വെർബ് എഴുതണം. അത് രണ്ട് മെയിൻ സെൻറ്റൻസുകൾ നമ്മൾ ഒരുമിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു കണക്ടർ വെച്ച്. അപ്പോൾ ആദ്യത്തെ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ്, വെർബ്, ഡാറ്റീവ്, അക്യൂസാറ്റീവ്, പ്രപ്പോസിഷൻ, പിന്നെ എന്തൊക്കെയുണ്ടോ അങ്ങനെ സെൻറ്റൻസ് എഴുതുക, കോമ ഇടുക, കണക്ടർ യൂസ് ചെയ്യുക, വീണ്ടും സെൻറ്റൻസ് സബ്ജക്റ്റ് വെർബ്, അങ്ങനെ ആ ഒരു സെൻറ്റൻസ്. ഓക്കെ, രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ ആ കണക്ടർ ഒരു കോമയും ഒരു കണക്ടർ ഇട്ട് നമ്മൾ ഒന്നിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബട്ട് എന്നുള്ള ആബർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കോമ ഇടണം. അതായത് ആബറിന് മുന്നേ കണക്ടറിന് മുന്നേ വേണം കോമ ഇടാൻ. കോമ അതുപോലെ റിപ്പീറ്റ്, സബ്ജക്റ്റ് വെർബ് സെയിം ആണെങ്കിൽ അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. സബ്ജക്റ്റൊക്കെ സെയിം ആണെങ്കിൽ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക, ഐ ആം ഹംഗ്രി ബട്ട് ഐ ആം നോട്ട് ഈറ്റിംഗ്. ഐ ആം ഹംഗ്രി ഐ ആം നോട്ട് ഈറ്റിംഗ്. അങ്ങനെ രണ്ട് സെൻറ്റൻസുകൾ നമ്മൾ കണക്ടർ വെച്ച് ഒന്നിപ്പിച്ചു. ഐ ആം ഹംഗ്രി ബട്ട് ഐ ആം നോട്ട് ഈറ്റിംഗ്. അപ്പോൾ എങ്ങനെയാണ്? ഇഷ് ബിൻ ഹുംഗ്രിഷ് ആബർ ഇഷ് എസ് എ നിഷ്ട്. ഇവിടെ രണ്ട് സബ്ജക്റ്റ് സെയിം അല്ല, ഇഷ് തന്നെയാണ്, പക്ഷേ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇഷ് ബിൻ ഹുംഗ്രിഷ് ആബർ ഇഷ് എസ് എ നിഷ്ട്. അല്ലെങ്കിൽ ഇഷ് ഹാബെ ഹുങ്കർ ആബർ ഇഷ് എസ് എ നിഷ്ട്. ഐ എം റീഡിങ് നൗ ബട്ട് ഐ ആം ബോർഡ്. ഞാനിപ്പോൾ വായിക്കുവാണ്, പക്ഷെ എന്താണ്, എനിക്ക് ബോറിംഗ് ആണ്. ഐ ആം ബോർഡ് എന്ന് പറയുന്നത് ഇഷ് ബിൻ ലാംഗ്വൈലിഷ്. അപ്പോൾ ഇഷ് ലേസെ യെറ്റ്സ്റ്റ് ആബർ ഇഷ് ബിൻ ലാംഗ്വൈലിഷ്. വി ആർ ബൈയിങ് എ ഡോഗ് ബട്ട് വി ഹാവ് നോ മണി. ഞങ്ങളൊരു പട്ടീനെ വാങ്ങുവാണ്, പക്ഷെ ഞങ്ങൾക്ക് പൈസയില്ല. വി കൗഫൻ einen Hund aber wir haben kein Geld. മണി എന്നുള്ള നൗണിനെയാണ് നമ്മൾ നെഗേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അവിടെ കൈൻ ഗെൽഡ് നമ്മൾ ഉപയോഗിക്കും. ഹി ഹാസ് എൻ എക്സാം ബട്ട് ഹി ഈസ് നോട്ട് സ്റ്റഡി. ഹാറ്റ് eine Prüfung, കോമ ഇടുക, aber studiert nicht but he is not studying. ഐ പ്ലേ ഗുഡ്. ഞാൻ നന്നായി കളിക്കും ബട്ട് ഐ എം നോട്ട് പ്ലേയിങ് ടുഡേ. പക്ഷെ ഞാൻ ഇന്ന് കളിക്കുന്നില്ല. നമ്മളെങ്ങനെ രണ്ട് സെൻറ്റൻസ് ആയിട്ടാണെങ്കിൽ ഐ പ്ലേ ഗുഡ്, അടുത്ത് ഐ ആം നോട്ട് പ്ലേയിങ് ടുഡേ. ആ കണക്ടർ വെച്ച് നമ്മൾ രണ്ടും കൂടെ ഒരുമിപ്പിച്ചു. അപ്പോൾ ഇഷ് പീലെ ഗുഡ് കോമ ആബർ ഇഷ് പീലെ ഹൊയ്റ്റെ നെഷ്ട്. ഇന്ന് കളിക്കുന്നില്ല, അപ്പോൾ ഇഷ് പീലെ ഹൊയ്റ്റെ നെഷ്ട്. ദേ ആർ ഗോയിങ് ടു ജർമ്മനി ബട്ട് ദേ കനോട്ട് സ്റ്റേ ദെയർ. അവർ ജർമ്മനിയിലേക്ക് പോകുവാണ്, പക്ഷെ അവർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെ വരും? Sie gehen nach Deutschland, aber sie können nicht dort bleiben. Okay? അടുത്താണ് അഡോസ് കഴിഞ്ഞു. രണ്ടാമത്തെ കണക്ടറാണ് then. then എന്ന് പറഞ്ഞാൽ ബിക്കോസ്. അപ്പം then എന്ന് പറഞ്ഞാൽ ബിക്കോസ്. then ഇതുപോലെ തന്നെ കോമയും വേണം, റിപ്പീറ്റീഷനും ചെയ്യണം. I drink the tea because I like it. കാരണം എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് എന്ന് പറഞ്ഞാൽ എന്താ, കാരണം പറയാനല്ലേ. അപ്പോൾ ich trinke den Tee, comma, then ich mag es. I like it. I'm not going to the school because I am sick. Ich gehe nicht zur Schule. കണ്ടോ, zur Schule, zu der എന്നുള്ള zur Schule. Then ich bin krank. I'm buying the flowers because my wife likes it. Ich kaufe die Blume, then meine Frau mag es. Die Blume gefällt meiner Frau എന്ന് പറഞ്ഞാൽ
ദ ഫ്ലവർ ഇസ് ലൈക്ഡ് ബൈ മൈ വൈഫ് എന്നുള്ള മീനിങ് ആട്ടോ. ഈ ഗെഫേലൻ എന്താ? ഗെഫാലൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഗെഫാലൻ്റെ കോഞ്ചുവേഷനാണ് ഗെഫേൽഡ് എന്നത്. ഗെഫാലൻ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റീവ് വെർബാണ്. അതുകൊണ്ട് മൈ വൈഫ് എന്നുള്ളത് ഡാറ്റീവിൽ വേണം എഴുതാൻ. അങ്ങനെയാണ് അവിടെ മൈനർ ഫ്രൗ വന്നത്. ഓക്കെ, ജസ്റ്റ് അത് ചുമ്മാ ഒന്നുകൂടെ എഴുതിയെന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കേസ് അല്ലാതെ. യു ഓൾ ഷുഡ് ഡ്രിങ്ക് വാട്ടർ ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഹോട്ട്. നമ്മളൊരു അഡ്വൈസ് കൊടുക്കുക. യു ഓൾ ഷുഡ് ഡ്രിങ്ക് വാട്ടർ ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഹോട്ട്. ഇയർ സോൾട്ട്, യു ഓൾ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ അല്ലേ, നിങ്ങൾ. അപ്പോൾ ഇയർ സോൾട്ട് ദസ് വാസർ ട്രിങ്കൻ ദെൻ എസ് ഇസ്റ്റ് ദെയർ ഹൈസ്. They are buying new computer because the old computer is broken. Sie kaufen neuen Computer, denn der alte Computer ist kaputt. അല്ലെങ്കിൽ എന്നാ ഈസ് നോട്ട് ഫങ്ഷനിങ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈസ്റ്റ് നിഷ്ട് ഫങ്ഷനിയോട്ട് എന്ന് പറയും കേട്ടോ. ഈസ്റ്റ് നിഷ്ട് ഫങ്ഷനിയോട്ട്. അടുത്ത ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോമയുടെ ആവശ്യമില്ല, റിപ്പീറ്റേഷൻ്റെയും ആവശ്യമില്ല. ഓക്കെ, നോ നീഡ് കോമ ആൻഡ് റിപ്പീറ്റേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കി, ഡു യു ഡ്രിങ്ക് ദ ടീ ഓർ ഡു യു ഡ്രിങ്ക് ദ കോഫി എന്നുള്ളതാണെന്ന് ഓർത്തോ. ഇപ്പോൾ രണ്ട് സെൻറ്റൻസ് ആണ്, ഓർ വെച്ച് നമ്മൾ ഒരുമിപ്പിച്ചു. അപ്പോൾ നമ്മളെന്താ, ഈ ഡു യു ഡ്രിങ്ക് രണ്ടും സെയിം ആണല്ലേ. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്ട് ഡ്രിങ്ക്സ് ഡു എന്ന് ചോദിക്കും. പിന്നെ ടേ ഓർഡർ കഫേ, കോമ ഇടുന്നില്ല കേട്ടോ. ടേ ഓർഡർ കഫേ. ഇപ്പോൾ വി ഈറ്റ് പിസ്സ ഓർ റൈസ്, അതായത് വി ഈറ്റ് പിസ്സ ഓർ വി ഈറ്റ് റൈസ് എന്നുള്ളത് വി എസ് എൻ പിസ്സ ഓർഡർ റൈസ്. ഐ ഡ്രിങ്ക് ടീ ഓർ ഐ ഈറ്റ് ഐസ്ക്രീം. ഇവിടെ വെർബ് രണ്ടും രണ്ടല്ലേ. ഡ്രിങ്ക് എന്നാണ് ആദ്യത്തെ സെൻറ്റൻസിൽ, രണ്ടാമത്തേതിൽ ഈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെർബിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം ഇവിടെ, കാരണം വെർബ് സെയിം അല്ലാത്തതുകൊണ്ട്. സബ്ജക്റ്റ് ഇവിടെ സെയിം ആണ്, സോ നോ നീഡ് ഓഫ് റിപ്പീറ്റേഷൻ. Ich trinke Tee oder esse Eis. Ich trinke Tee oder esse Eis. I or she is going to Trivandrum. ഞാൻ അല്ലെങ്കിൽ അവൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നു. അപ്പോൾ ഇഷ് ഓർഡർ സി ഗേറ്റ് നാഹ് ട്രിവാൻഡ്രം. എന്താ, ഒരാളെ പോകുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എർസിയസ് ഫോമിലാണ് വെർബിനെ കോഞ്ചുഗേറ്റ് ചെയ്യുക. ഷീ ബൈസ് എ കാർ ഓർ ഹി ബൈസ് എ മോട്ടോർ ബൈക്ക്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആണ്, വെർബ് സെയിം ആണെങ്കിൽ സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആകുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. സി kauft ein Auto oder kauft ein Motorrad. I'm dancing or he is dancing. Ich tanze oder danced. അല്ലെങ്കിൽ ich oder danced. അടുത്ത സൊണ്ടൻ. സൊണ്ടൻ എന്ന് പറഞ്ഞാൽ ബട്ട് റാദർ. നമ്മൾ ഈ സൊണ്ടേണും ബട്ടും തമ്മിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പം രണ്ടിൻ്റെയും മീനിങ് ബട്ട് എന്നുള്ളൊരു മീനിങ്ങാണ്. പക്ഷേ സൊണ്ടേൺ യൂസ് ചെയ്യേണ്ട പ്ലേസസ് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ്, നമ്മൾ ആദ്യം പറയുന്ന ആ ഒരു സെൻറ്റൻസ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ, ഫസ്റ്റ് സെൻറ്റൻസ് ഇസ് നെഗറ്റീവ്, നമ്മൾ എന്താണ്, സൊണ്ടേൺ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് കോമ വേണം, അതുപോലെ റിപ്പീറ്റേഷൻ ആവശ്യമില്ല, ബട്ട് നീഡ് കോമ. ഫോർ എക്സാമ്പിൾ നോക്കി, ഐ എം നോട്ട് കമ്മിങ് ടു ദ സ്കൂൾ ബട്ട് മൈ ബ്രദർ ഈസ് കമ്മിങ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ബട്ട് മൈ ബ്രദർ ഈസ് കമ്മിങ്, ബട്ടും റാദറും സെയിം മീനിങ് ആണ് തന്നെ. പക്ഷെ നമ്മളിവിടെ ബട്ട് റാദറാണ് ഉപയോഗിക്കുന്നത്, കാരണം സൊണ്ടേൺ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഐ എം നോട്ട് കമ്മിങ് ടു ദ സ്കൂൾ, അവിടെ എന്തൊരു നെഗറ്റീവ് സെൻറ്റൻസ്, ഞാൻ വരുന്നില്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് അല്ലേ. അപ്പോൾ നമ്മളവിടെ സൊണ്ടേൺ ഉപയോഗിക്കും. അപ്പോൾ ich komme nicht zur Schule, sondern mein Bruder kommt. I am not free, but rather my friend is free. അപ്പോൾ ich habe nicht frei, sondern meine Freundin hat frei. അല്ലെങ്കിൽ sondern meine Freundin എന്ന് മാത്രം പറഞ്ഞാലും അവിടെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ ich bin frei എന്നൊരിക്കലും പറയരുത്, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു വേറൊരു മീനിങ് ആണ് അതിന് വരുന്നത്. നമ്മളെപ്പോഴും ഐ ആം ഫ്രീ എന്നുള്ളതിന് ich habe frei എന്ന് വേണം പറയാൻ. അടുത്ത, we don't eat vegetables but rather we eat onion. എന്താണ്, we don't eat vegetables but rather we eat onion. Wir essen kein Gemüse sondern Zwiebel. Okay, but rather onions കഴിക്കും എന്നുള്ള മീനിങ് ഇവിടെ വരും. They're not playing today but rather I am playing. Spiele heute, they are not playing. Aber sie spielen heute nicht sondern ich spiele. Next comes und എന്ന് പറഞ്ഞാൽ ആൻഡിന് കോമയുടെ ആവശ്യമില്ല, റെപ്പിറ്റേഷൻ്റെ ആവശ്യമില്ല. ഐ ആം ഈറ്റിംഗ് ആപ്പിൾ ആൻഡ് ഐ എം ഈറ്റിംഗ് ഓറഞ്ച് എന്നുള്ളത് എന്താ, ഇഷ് എസ് എ ആപ്പിൾ und orange. ഐ ഈറ്റ് പിസ്സ ആൻഡ് ഷീ ഡ്രിങ്ക്സ് ആപ്പിൾ ജ്യൂസ്. ഇവിടെ വെർബ് രണ്ടും രണ്ടാണ്, സബ്ജക്റ്റും രണ്ടാണ്, അപ്പോൾ രണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഇഷ് എസ് എ പിസ്സ und sie trinkt Apfelsaft. ഐ എം ഗോയിങ് ഫോർ എ വെക്കേഷൻ ആൻഡ് മൈ മദർ ഇസ് ഗോയിങ് ഫോർ എ വെക്കേഷൻ. അപ്പോൾ നമുക്ക് രണ്ടുപേരും വെക്കേഷന് പോവാം അല്ലേ. അപ്പോൾ ich und meine Mutter gehen für einen Urlaub. Okay,
ഇഷ് und meine Mutter. രണ്ട് പേര് പോകുന്നുണ്ട്, അപ്പോൾ പ്ലൂറലാണ് അവിടെ. അപ്പോൾ നമ്മൾ CC ഫോമിൽ വേണം വെർബിനെ കോഞ്ചുഗേറ്റ് ചെയ്യാൻ. I'm flying to Germany and he is flying to Switzerland. Ich fliege nach Deutschland und fliegt in der Schweiz. To the Switzerland എന്നുള്ള in der Schweiz ആണ്. നമ്മൾ വെക്സൽ പഠിക്കുമ്പോൾ അത് പഠിക്കും കേട്ടോ. I'm eating my lunch and watching a movie. Ich esse mein Mittagessen und sehe einen Film. ഇവിടെ കണ്ടോ, ദസ് മിറ്റാഗസൻ ആണ് വരുന്നത്. ദസ് ആബൻഡസൻ, ദർ ഫ്രൂസ്റ്റുക്. ഓക്കെ, ദർ ആബൻഡസൻ മീനിങ് ദസ് ആബൻഡസൻ മീനിങ് ദ ഡിന്നർ, ദർ ഫ്രൂസ്റ്റുക് മീനിങ് ബ്രേക്ക്ഫാസ്റ്റ്, ദസ് മിറ്റാഗസൻ മീനിങ് ദ ലഞ്ച്. അതുപോലെ കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കല്ല, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ട്. ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ രണ്ട് നൗണുകൾ ഒരുമിച്ച് വന്ന് ഒരു നൗൺ ആവുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ട് നൗണോ ചില ടൈമിൽ ഒരു അഡ്ജക്റ്റീവ് ഒരു നൗണും അങ്ങനെ എന്ത് വേണമെങ്കിലും ഒരുമിച്ച് വന്ന് ഒരു നൗൺ ആവാം. അങ്ങനെ രണ്ട് നൗണുകൾ കൂടി അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് നൗണും ഒക്കെ ഒരുമിച്ച് വന്ന് ഒരു നൗൺ ആവുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് എഴുതിയേക്കുന്ന നൗൺ, ആ നൗണിൻ്റെ ആർട്ടിക്കിൾ ആയിരിക്കും ആ ഫുൾ വേർഡിന് വരിക. ഇപ്പോൾ എക്സാമ്പിൾ നോക്കൂ, ദർ ആബൻറ്റും ദ സെസനും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ആബൻ ഡെസൻ എന്നുള്ള ഡിന്നർ എന്നുള്ള ആബൻ ഡെസൻ എന്ന് വന്നു. അതിൻ്റെ ലാസ്റ്റത്തെ നൗൺ എന്താ, എസൻ ആണല്ലേ. അപ്പോൾ എസൻ്റെ ആർട്ടിക്കിൾ ദസ് ആണ്. അതുകൊണ്ടാണ് അവിടെ ദസ് ആബൻ ഡെസൻ എന്ന് വന്നത്. താഴെ നോക്കിയോ, ദസ് വാസറും ദി ഫ്ലാഷേ. ഇപ്പോൾ വാട്ടർ ബോട്ടിൽ എന്നുള്ള വാസ ഫ്ലാഷേ. ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന നൗൺ ഏതാണ്, ഫ്ലാഷേ. അതുകൊണ്ട് അതിന് ദി വാസ ഫ്ലാഷേ എന്നായിരിക്കും പറയാം. ദർ ക്രാങ്കും ദസ് ഹൗസും, അത് ദസ് ക്രാങ്കൻ ഹൗസ് എന്ന് വരും. ഓക്കെ, ചൂസ്.